റമദാനിന്റെ അവസാനത്തിൽ അഥവാ ശവ്വാലിന്റെ അമ്പിളി കണ്ടാൽ ഒരു നോമ്പുകാരന്റെ അതല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമാകുന്ന മറ്റൊരു ഇബാദത്താണ് സക്കാത്തുൽ ഫിത്ർ. അതെന്തിനാണ്? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പണ്ഡിതന്മാര് പറഞ്ഞു തന്നു. ഒന്നാമത്തത് അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. തുഹ്റത്തൻ ലിസ്വായിം. ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകുന്നത് തുഹ്റത്തൻ ലിസ്വായിം, നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ്. മിനർ റഫസ്, അവന്റെ നോമ്പിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ ഇതൊക്കെ പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സക്കാത്തുൽ ഫിത്ർ. എന്നാൽ അതിനു വേണ്ടി മാത്രമാണോ? അല്ല. കാരണം സക്കാത്തുൽ ഫിത്ർ നോമ്പ് നോറ്റ ആളുകൾക്ക് മാത്രമല്ല നിർബന്ധം. സക്കാത്തുൽ ഫിത്ർ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അതിന് പോലും നിർബന്ധമാണ്. കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ലല്ലോ. നോമ്പ് നോക്കാത്ത ആളുകളുണ്ട്, ഉഴുതുള്ള ആളുകളുണ്ട്, അവർക്കും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അപ്പൊ നോമ്പ് നോറ്റ ആളുകൾക്ക് മാത്രമുള്ളതല്ല ഫിത്ർ സക്കാത്ത്. ഒരു മുസ്ലിമായി ആരൊക്കെയുണ്ട്? ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഈ സക്കാത്തുൽ ഫിത്റിന്റെ സമയത്തുണ്ടെങ്കിൽ അയാളുടെ മേൽ അത് വാജിബായി മാറും. രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്താണ്? പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. തുഅ്മത്തൻ ലിൽ മസാകീൻ, സാധുക്കളായ ആളുകൾ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. പാവപ്പെട്ട ആളുകളെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് നമ്മുടെ അടുക്കൽ കൈനീട്ടി വരുന്ന ഒരാളെ നാം ആട്ടി അകറ്റരുത്. ഖുർആൻ പറഞ്ഞല്ലോ, നിന്റെ അടുക്കലേക്ക് കൈകൾ നീട്ടി വന്നവരെ നീ അകറ്റിക്കളയാൻ പാടില്ല. സമ്പത്ത് വീതം വെക്കുന്ന സമയത്ത് ചോദിച്ചു വന്ന ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പോ ചോദിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ അത്തരത്തിൽ പാവപ്പെട്ട ആവശ്യമുള്ള ആളുകളെ പരിഗണിക്കുക, അവരെ കൂടെ ചേർത്തു പിടിക്കുക എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വല്ലാത്തൊരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷവേളയിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത്. ഒരാളുടെ വീട്ടിലും സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവർക്കും ഭക്ഷണം വയറു നിറച്ചുണ്ടാവണം. അതുകൊണ്ടാണ് തുഅ്മത്തൻ ലിൽ മസാകീൻ, സാധുക്കൾക്ക് ഒരു ഭക്ഷണം, അവർക്ക് അവരുടെ വിശപ്പടക്കാൻ എന്ന നിലയിലുമാണ് സക്കാത്തുൽ ഫിത്റിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്, പ്രിയമുള്ളവരെ, പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നത് സക്കാത്തുൽ ഫിത്റിന്റെ ലക്ഷ്യത്തിൽ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസം നോമ്പ് നോറ്റു, ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ആഫിയത്തോടെ, തൗഫീഖോടെ നമ്മൾ ഇത്ര ദിവസം നോമ്പ് നോറ്റു. അത് പലർക്കും കിട്ടിയിട്ടില്ല. പലരും റമദാനിന്റെ തൊട്ട് മുമ്പ് മരിച്ചുപോയി. ഒരുപാട് ആളുകൾ റമദാൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി, റമദാനിൽ മരിച്ചുപോയി. റമദാൻ എത്തിയിട്ടും ഒരു നോമ്പ് പോലും എടുക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾ, റമദാനിൽ കാത്തിരുന്ന് ഇബാദത്തിൽ സജീവമാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളിൽ പലരും റമദാൻ വന്നപ്പോഴേക്കും മുഴുരോഗിയായി മരുന്നുകളിൽ കഴിയേണ്ട അവസ്ഥയാണ്. അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നന്ദി സൂചകമായിട്ടാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാലാമത്തൊരു കാര്യം, അത് നമുക്ക് പ്രതിഫലം നേടിത്തരാനാണ്. സ്വതക്കയുടെ ഒരു വലിയ ഭാഗമാണ് സക്കാത്തുൽ ഫിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാ, ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് സക്കാത്തുൽ ഫിത്ർ നൽകിയാൽ അവനിൽ നിന്ന് അതൊരു സ്വതക്കയായി, അതൊരു സക്കാത്തുൽ ഫിത്റായി അള്ളാഹു സ്വീകരിക്കും. എന്നാൽ ബഅദ സ്വലാ, സ്വലാത്തിന് ശേഷം, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കൊടുത്താലോ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്ത്, അതൊരു സ്വതക്കയായിട്ടാണ് അള്ളാഹു സ്വീകരിക്കാനാണ്. എന്ന് വെച്ചാൽ ഈ ഹദീസ് വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നതും ഒരു വലിയ സ്വതക്കയാണ്. അത് നമ്മുടെ മേൽ നിർബന്ധമായ ഒരു വലിയ ബാധ്യതയുമാണ്, വലിയ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ഈ 4 ലക്ഷ്യങ്ങൾ പണ്ഡിതന്മാര് സക്കാത്തുൽ ഫിത്റിന്റെ ലക്ഷ്യങ്ങളായി പറയുന്നുണ്ട്.